താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വരുന്ന ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് അദാലത്ത്. കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും അദാലത്ത്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, എങ്ങനെയാണ് ക്രമീകരണം? വിവരങ്ങൾ. എന്തായാലും പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി അദാലത്തുകൾ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തിനോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 24 ഡിസംബർ അതോടൊപ്പം തന്നെ 2025 ജനുവരി മാസങ്ങളിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും അദാലത്ത് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ഒപ്പം സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, ഇതിൽ നിരസിക്കൽ, അതിനൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം വയോജന വിവിധ ആനുകൂല്യങ്ങൾ, ഒപ്പം മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരാതികൾ, ഒപ്പം ശാരീരിക വെല്ലുവിളി നേരിടുന്ന, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ, അതിനൊപ്പം പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, ഒപ്പം പൊതുജന സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, ഒപ്പം APL BPL റേഷൻ കാർഡ് ഉടമകളുടെ ചികിത്സാ ആവശ്യങ്ങൾ, കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും, വിള ഇൻഷുറൻസ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, സഹായം, മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, ഒപ്പം ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ, വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ അദാലത്തുകളിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അദാലത്തുകളുടെ നടത്തിപ്പും ഒപ്പം സംഘാടനവും അതാത് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കാൻ ചീഫ് സെക്രട്ടറിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇങ്ങനെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിക്കുക. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.